ഇപ്പോൾ വാഴ 2യുടെ കാര്യം പറഞ്ഞല്ലോ, ലൈക്ക് അതിലൊരു പാരന്റിങ് മെത്തേഡ് ഉണ്ട്. ഹാഷിറും ഹാഷിറിന്റെ അനിയനും. അപ്പോൾ ഹാഷിറിന്റെ അനിയനെ പല കാര്യങ്ങളിലും ഹാഷിർ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ ഫോഴ്സ്ഫുള്ളി റെസ്പോൺസിബിൾ ആക്കുന്നുണ്ട് ഹാഷിറിന്റെ അമ്മ. ഇതുകൊണ്ട് തന്നെ ഹാഷിറിന് ആ കുട്ടിയോട് വരുന്ന ഒരു ശത്രുതയാണ്, ലൈക്ക് ഒരു സ്നേഹം വരുന്നത് പിന്നീട് ക്ലൈമാക്സ് ആ ഒരു സീനൊക്കെ ആകുമ്പോഴാണ്. ഈ ഒരു പ്രവണത ഒരു ഫോഴ്സ്ഫുള്ളി റെസ്പോൺസിബിൾ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരാളെ എത്രത്തോളം ബാധിക്കാറുണ്ട്? എൽഡർ ആയിട്ടുള്ള കുട്ടികൾക്ക് എപ്പോഴും, എല്ലാ കുട്ടികളും അങ്ങനെയൊന്നല്ല, മോസ്റ്റ് ഓഫ് ദ ടൈം എൽഡേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരു പാരൻറ്റിനെ പോലെ മോർ റെസ്പോൺസിബിൾ ആവേണ്ട ആവശ്യം, പറഞ്ഞോ പറയാതെയോ എല്ലാവരുടെയും ഇമോഷൻസിനെ മനസ്സിലാക്കി പെരുമാറേണ്ട ആവശ്യം, അങ്ങനത്തെ ഒരുപാട് നമ്മൾ പറയാതെ പറഞ്ഞു വയ്ക്കുന്ന കുറേ കാര്യങ്ങൾ ഈ ഫസ്റ്റ് ബോൺ ചിൽഡ്രൻ അവരുടെ അടുത്ത് ഭയങ്കര എക്സ്പെക്റ്റേഷനാണ്. ആദ്യത്തെ കുട്ടിയാണ്. അപ്പോൾ എങ്ങനെ ഒരു കുട്ടീനെ ഉണ്ടാക്കി വലുതാക്കി ശരിയാക്കി കൊണ്ടുവരണം, ശരിയാക്കി കൊണ്ടുവരണം എന്നുള്ളതാണ്. മനസ്സിലുണ്ട്. എന്താണ് ഇവർ ഈ ശരിയാക്കണേ എന്നുള്ളത് അവർക്ക് തന്നെ അറിയുമോ എന്നുള്ളത് അവർക്ക് അറിയില്ല. പക്ഷേ കുട്ടീനെ അങ്ങോട്ട് ശരിയാക്കണം എന്നുള്ള രൂപത്തിലാണ് ആ ഫസ്റ്റ് കിഡിനെ അവർ ട്രീറ്റ് ചെയ്യണത്. ബെസ്റ്റ് കൊടുക്കണം, ബെസ്റ്റ് ആക്കണം. അറിയാതെ ഈ ബെസ്റ്റൊക്കെ കൊടുക്കുമ്പോൾ തിരിച്ചുള്ള എക്സ്പെക്റ്റേഷനും ബെസ്റ്റ് കിട്ടണം എന്നുണ്ടല്ലോ അവിടുന്ന്. അത് ആ കുട്ടിക്ക് കൊടുക്കാൻ പറ്റണില്ലെങ്കിലോ കുട്ടി ഫെയിലായി എന്നുള്ള ഫീല് കുട്ടിക്ക് വരില്ലേ? ഇതുപോലെ നമ്മൾ പറയാതെ പറയുന്ന കുറേ ഇമോഷൻസിലൂടെയും ഫീലിങ്സിലൂടെയും റെസ്പോൺസിബിലിറ്റിയിലൂടെയും ചില സമയത്തൊക്കെ പാരൻറ്റിഫിക്കേഷൻ എന്ന് പറയും. അതായത് പാരൻസിനും കൂടി അവരുടെ ഇമോഷൻസിനും കൂടി മനസ്സിലാക്കി കുട്ടി പെരുമാറണം എന്ന് പറയുന്നൊരവസ്ഥ. അപ്പോൾ ഉമ്മ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് കുട്ടി മനസ്സിലാക്കണം. അവരുടെ ഇമോഷൻസ് ഓക്കെ അല്ലെന്ന് നോക്കിയിട്ട് വേണം കുട്ടിക്ക് വല്ലതും പറയണമെങ്കിൽ പറയാൻ. പലപ്പോഴും പറയാൻ പറ്റാതെ പോകാറുണ്ട്. ഈ പാരൻറ്റിഫിക്കേഷൻ നടന്നു എന്നുള്ളതൊന്നും നമ്മളാരും ഇരുന്ന് ആലോചിക്കുന്നില്ലല്ലോ. നമ്മൾ പലരും അതിലൂടെ ഗോ ത്രൂ ചെയ്തിട്ടുണ്ടാവും. ഇത് പാരൻസിന് കുറ്റം പറയല്ല കേട്ടോ, അവരും അറിയാതെ ചെയ്തു പോകുന്നതാവും. കുട്ടികളുടെ ഇടയിൽ കറക്റ്റ് ഗ്യാപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുന്നതിൻ്റെ മുന്നേ അടുത്ത കിഡ് വരുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടേക്ക് കൺസേൺ കൂടുമ്പോൾ ഉണ്ടാവുന്ന ഡിഫറൻസസ്, ഒറ്റപ്പെടലുണ്ടാവും. ചില കുട്ടികൾ പക്ഷേ ഇഷ്ടപ്പെട്ട് സിബ്ലിംഗ് വേണമെന്ന് ഡിമാൻഡ് ചെയ്യുന്ന, ഒറ്റയ്ക്കാണെന്ന് ഡിമാൻഡ് ചെയ്യുന്ന കുട്ടികളുണ്ട്. എനിക്കെന്താ വാവയില്ലാത്തത് എന്ന് ചോദിക്കുന്ന കുട്ടികളുണ്ട്. അവിടെ കുട്ടി ഓക്കെയാണ്, റെഡിയാണ്, ആ നീഡുണ്ട്. പക്ഷെ അല്ലാത്തടത്ത് ചിലപ്പോൾ കുട്ടിക്ക് റെസിസ്റ്റൻസ് ഉണ്ടാവും, കൺഫ്യൂഷൻ ഉണ്ടാവും. ചിലപ്പോൾ കുട്ടിക്കില്ലാത്ത പ്രശ്നം നമ്മൾ ഉണ്ടാക്കി കൊടുക്കും, ആ കുട്ടിയെ ശ്രദ്ധിക്കാതെ മറ്റേ കുട്ടിയെ മാത്രം ശ്രദ്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ കുട്ടിയെ നോക്കേണ്ട റെസ്പോൺസിബിലിറ്റി മറ്റേ കുട്ടിക്ക് കൊടുക്കുമ്പോൾ.